മുനമ്പത്തുകാർ എന്തു പിഴച്ചു? ഹംസയ്ക്കയോ റഷീദ് അലിയോ കുറ്റക്കാർ? വഖഫ് ചെയ്യാവുന്നതോ മുനമ്പം ഭൂമി? ബോർഡിന്റെ വഖഫ് ലീലാവിലാസങ്ങൾ തുടരുമ്പോൾ ഇനി എന്താണ് പ്രതിവിധി? മുനമ്പം സമരത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഫാദർ ജോഷി മയ്യാറ്റിൽ മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മയ്യാറ്റിൽ അച്ഛൻ വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് കേരള മനസാക്ഷിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ജോഷി അച്ഛന്റെ വിലയിരുത്തൽ ഇങ്ങനെ: ഞാനല്ല, ഹംസയ്ക്കയാണ് അത് ചെയ്തത്. വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാൻ റഷീദ് അലി തങ്ങൾ തന്റെ പിൻഗാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാചകമാണിത്. ടി കെ ഹംസയാകട്ടെ റഷീദ് അലിയുടെ 2019 ഉത്തരവ് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ദേശാഭിമാനിയിലൂടെ അഭ്യർത്ഥിച്ചു. 2019 അത് വഖഫ് രജിസ്റ്ററിലേക്ക് ചേർത്തത് 2014-2019 കാലത്ത് ചെയർമാനായിരുന്ന സയ്യദ് റഷീദ് അലി ആണോ? 2019-2023 കാലത്ത് ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് ടി കെ ഹംസയാണോ എന്നതിലാണ് തർക്കം. പരസ്പരമുള്ള ഈ പഴിചാരലിൽ നിഴലിക്കുന്നത് വല്ലാത്ത ഒരു കുറ്റബോധമാണെന്ന് പ്രേക്ഷകർക്കും അനുവാചകർക്കും മനസ്സിലാകുന്നുണ്ട്. ആ കുറ്റബോധം നിക്ഷിപ്ത താൽപര്യക്കാരെ പെട്ടെന്നൊന്നും വിട്ടൊഴിഞ്ഞു പോവുകയില്ല. അത്രയ്ക്ക് അമാനവികവും ക്രൂരവും അനീതിപരവും ജനാധിപത്യ വിരുദ്ധവുമായിരുന്നു അത്. 2019 വഖഫ് രജിസ്റ്ററിൽ മുനമ്പം ഭൂമി എഴുതി ചേർത്തവരുടെ കുറ്റബോധം പരസ്യമായെങ്കിലും 2009 മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് ആദ്യമായി ഓർഡർ ഇറക്കിയ 2001 മുതൽ 2016 വരെ സിഇഒ ആയിരുന്ന BM ജമാലിൽ അത്തരം മനസാക്ഷിക്കടിയൊന്നും ഇതുവരെ ദൃശ്യമായിട്ടില്ല. വസ്തുതകൾ പരിശോധിച്ച് ന്യായമായി വഖഫ് നിർണയം നടത്തുന്നതിൽ വലിയ വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. 2018-2022 കാലഘട്ടത്തിലും അദ്ദേഹത്തിന് സിഇഒ ആയി ഒരു 2ാം ഊഴം ലഭിച്ചുവെന്നും ഓർക്കണം. വഖഫ് നിയമത്തിന്റെ 4ാം വകുപ്പ് പ്രകാരം ഒരു വസ്തു വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സർവേ കമ്മീഷണർ സർവേ നടത്തേണ്ടതുണ്ട്. അത് നടത്താതിരുന്നാൽ വഖഫ് പ്രഖ്യാപനം അസാധുവായിരിക്കും. ഇത്തരമൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 2009 വഖഫ് പ്രഖ്യാപനത്തിന് മുൻപോ പിൻപോ മുനമ്പം ഭൂമി സർവേക്ക് വിധേയമായിട്ടില്ല എന്നതിന് മുനമ്പത്തെ നാട്ടുകാർ തന്നെ സാക്ഷി. ജസ്റ്റിസ് മുസ്താഖിന്റെ വിധിന്യായത്തിൽ ഒരു വഖഫ് ആകാനുള്ള 3 മാനദണ്ഡങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. ശാശ്വതമായ സമർപ്പണം, സമർപ്പിത വസ്തു, സമർപ്പണ നിയോഗം എന്നിവയാണ് അവ. മുനമ്പം ഭൂമി വഖഫല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് ആ ദാനാധാരത്തിൽ തെളിയുന്ന സിദ്ദിഖ് സേട്ടുവിന്റെ സമർപ്പണ നിയോഗം തന്നെയാണ്. എന്നാൽ അതിനു മുന്നേ വഖഫ് ബോർഡ് പരിഗണിക്കേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്: വസ്തുവിന്റെ വഖഫ് സമർപ്പണ യോഗ്യത. മുനമ്പത്തെ ഭൂമിക്ക് പട്ടയം ലഭിച്ചത് എപ്പോഴാണ് എന്നന്വേഷിച്ചാൽ പല കാര്യങ്ങൾക്കും വ്യക്തതയുണ്ടാകും. 28/3/1951 ഫാറൂഖ് കോളേജാണ് പറവൂർ തഹസിൽദാറിൽ നിന്ന് ആദ്യമായി ഈ ഭൂമിക്ക് പട്ടയം സ്വന്തമാക്കുന്നത്. അതിന്റെ അർത്ഥം സിദ്ദിഖ് സേട്ടുവിന് അതിന്റെ മേൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? 1950 ഡീഡിൽ ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടിയ തീറാധാരത്തിന്റെ പരാമർശമുണ്ടെങ്കിലും അതിന് വ്യക്തത തീരെയില്ല. 1902 പാട്ടത്തിനു കൊടുത്ത ഭൂമി എങ്ങനെയാണ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ വന്നുപെട്ടത്? സത്താർ സേട്ടുവും സിദ്ദിഖ് സേട്ടുവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സത്താർ സേട്ടുവിന്റെ ചെറുമകളായ ഷംഷ്ദ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. 150 വർഷങ്ങളായി അവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന മനുഷ്യരുള്ള ഭൂമി, അതും പാട്ടഭൂമി, എങ്ങനെയാണ് അവിടെ ഒരിക്കലും താമസിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വഖഫ് ചെയ്യാനാകുന്നത്? ഫാറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ 1961 പ്രശ്നമുണ്ടായപ്പോൾ മുനമ്പംകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ CG ജനാർദ്ദനൻ MLAയോട് ആഭ്യന്തരമന്ത്രി PT ചാക്കോ പറഞ്ഞത് ആ ഭൂമി ഫാറൂഖ് കോളേജിന്റെ വകയാണ് എന്നാണ്, വഖഫ് ഭൂമിയാണ് എന്നല്ല. ഇരു കൂട്ടരും തമ്മിലുള്ള വിവിധ വ്യവഹാരങ്ങൾക്കൊടുവിൽ 1975 ഹൈക്കോടതി വിധിയുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പരാമർശം. ഫാറൂഖ് കോളേജിന്റെ പക്കൽ രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡ് ഉണ്ട് എന്നാണ്, രജിസ്റ്റേർഡ് വഖഫ് ഡീഡ് ഉണ്ട് എന്നല്ല ഡിവിഷൻ ബെഞ്ച് പ്രസ്താവിച്ചത്. സർവശക്തനായ ദൈവത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു വസ്തു ബന്ധിക്കുകയും അതിന്റെ വരവുകൾ മനുഷ്യർക്കു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വഖഫ് എന്നും, വഖഫ് ചെയ്യുന്നതിലൂടെ വാക്കിഫിന്റെ അവകാശം കെട്ടുപോവുകയും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സർവശക്തന് കൈമാറുകയും ചെയ്യുന്നു എന്നും വ്യക്തമാക്കുന്ന മാരിയുമ വേഴ്സസ് അൻദുൻഹി 1979 KHC 104 കേസിലെ വിധി മുനമ്പം ഭൂമിയുടെ കാര്യത്തിൽ പ്രസക്തമാണ്. സിദ്ദിഖ് സേട്ടു സർവശക്തനോട് ആ ഭൂമി ബന്ധിച്ചിരുന്നെങ്കിൽ അത് ക്രയവിക്രയം ചെയ്യാമെന്നോ ഉദ്ദേശ്യ നിർവഹണമില്ലെങ്കിൽ അത് പിൻഗാമികളിലേക്ക് തിരികെ എത്തണം എന്നോ എഴുതുമായിരുന്നില്ല.
വഖഫ് എന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് കൈമാറ്റം പാടില്ലാത്തത് എന്നാണ്. ആ വാക്ക് 2 പ്രാവശ്യം സിദ്ദിഖ് സേട്ടു ഫാറൂഖ് കോളേജിന് നൽകിയ ഡീഡിൽ കാണുന്നുണ്ട്. ശീർഷകം തന്നെ വഖഫ് ആധാരം എന്നാണ്. എന്നാൽ രേഖയുടെ ഉള്ളടക്കത്തിൽ വഖഫ് എന്ന ആശയത്തിന് ചേരാത്ത 2 കാര്യങ്ങൾ അദ്ദേഹം ചേർത്തിരിക്കുന്നത് കാണാം. കോളേജിന് ഭൂമിയെ സംബന്ധിച്ച് ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യം ഉണ്ടെന്നതാണ് ആദ്യത്തേത്. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസോന്നമനത്തിന് വേണ്ടി വിനിയോഗിച്ചില്ലെങ്കിൽ അത് തന്റെ പിൻഗാമികളിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയാണ് രണ്ടാമത്തേത്. വഖഫ് എന്ന ആശയത്തിന് തന്നെ ഘടകവിരുദ്ധമാണ് ഈ 2 ക്ലോസുകളും എന്നതിനാൽ ഈ ഡീഡ് വഖഫ് ഡീഡല്ല എന്ന് വ്യക്തമാണ്. വഖഫ് വ്യവസ്ഥകളില്ലാത്തതായിരിക്കണം. എന്തെങ്കിലും വ്യവസ്ഥയ്ക്കോ ആകസ്മികതകൾക്കോ അതിനെ വിഷയീഭവിപ്പിച്ചാൽ വഖഫ് റദ്ദായി പോകും. വഖഫിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏക വ്യവസ്ഥ കടം തീർത്ത് മാത്രമേ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാവൂ എന്നതാണ്. വഖഫ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രം ഒരു ആധാരം വഖഫ് ആധാരമാകില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധി കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയും പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി തീർന്ന ജസ്റ്റിസ് ഖാലിദും 1980 ഹൈദ്രോസ് വേഴ്സസ് ഐഷുമ്മ കേസിൽ നടത്തിയ വിധിന്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള ഖണ്ഡികകൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ആധാരത്തിൽ വഖഫ് എന്നെഴുതിയാൽ വസ്തു എന്നേക്കും വഖഫ് തന്നെ എന്ന സമസ്തയുടെയും INL-ന്റെയും AP വിഭാഗത്തിന്റെയും വാദഗതികൾ വെറും പൊള്ളയാണെന്ന് മനസ്സിലാകും. 2017 ഈ വിധിന്യായത്തെ ജസ്റ്റിസ് മുസ്താഖ് പരാമർശിച്ചിട്ടുമുണ്ട്. 2005 KHC 1228, 2018 KHC 548 എന്നീ വിധികളിലും വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങളെ ഹൈക്കോടതി തള്ളിയത് ഡീഡിൽ ശാശ്വതമായ സമർപ്പണം കാണുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് മുനമ്പം ഭൂമി വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിൽ വഖഫ് ബോർഡ് പരാജയപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ സിദ്ദിഖ് സേട്ടുവിന്റേത് ഒരു കാരണവശാലും ഒരു വഖഫ് ആധാരമായി കണക്കാക്കാനാവില്ല. വേണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ആധാരമായി പരിഗണിക്കപ്പെടാം. മുസ്ലിം മതമണ്ഡലത്തിലെ വഖഫ് മതേതര സമൂഹത്തിലെ ട്രസ്റ്റിന് സമാന്തരമാണെന്ന ജസ്റ്റിസ് മുസ്താഖിന്റെ പരാമർശം ഇവിടെ സ്മരണീയമാണ്. മുനമ്പം ഭൂമിയുടെ കാര്യത്തിൽ അത് പക്ഷേ ജസ്റ്റിസ് കെമൽ പാഷ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവ്യക്തമായി പറയാൻ ശ്രമിച്ച തരം പ്രൈവറ്റ് ട്രസ്റ്റ് ആകില്ല, മറിച്ച് പബ്ലിക് ട്രസ്റ്റ് തന്നെയാണ്. കാരണം ട്രസ്റ്റ് പ്രവർത്തനരഹിതമാവുകയോ പ്രോപ്പർട്ടി ട്രസ്റ്റിന് കീഴിലാക്കിയ ആളുകളുടെ നിയോഗം പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താലല്ലേ 1950 രേഖ പ്രകാരം വസ്തു ട്രസ്റ്റ് സ്ഥാപിച്ചയാളിലേക്കോ അയാളുടെ കുടുംബാംഗങ്ങളിലേക്കോ തിരികെ എത്തുകയുള്ളൂ. ഡീഡിലൂടെ വ്യക്തമാകുന്ന സ്ഥാപകന്റെ നിയോഗം ട്രസ്റ്റിയുടെ സ്ഥാനത്തുള്ള ഫാറൂഖ് കോളേജ് പൂർത്തിയാക്കിയിട്ടുള്ളതിനാൽ വസ്തു സേട്ടുവിന്റെ പിൻഗാമികളിലേക്ക് തിരികെ എത്തില്ല. ഫാറൂഖ് കോളേജിന്റെ നിലപാട് 1950 രേഖ വിശ്വസ്തതാപൂർവം പിന്തുടർന്നുള്ളതായിരുന്നെന്ന് ആ രേഖ വായിക്കുന്ന ആർക്കും ബോധ്യമാകും. സിദ്ദിഖ് സേട്ടു എന്തുദ്ദേശത്തോടെ ഭൂമി 1950 ഫാറൂഖ് കോളേജിന് നൽകിയോ ആ ഉദ്ദേശം ഫാറൂഖ് കോളേജ് ഭംഗിയായി പൂർത്തിയാക്കി. ക്രയവിക്രയം ചെയ്യാൻ തങ്ങൾക്കുണ്ടായിരുന്ന രേഖാമൂലമായ അനുവാദം ഉപയോഗിച്ച് ഭൂമി വിറ്റ് ആ പണം കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസോന്നമനത്തിനായി അവർ മുനമ്പം എസ്റ്റേറ്റ് സൃഷ്ടിച്ചു. TTC കോളേജ് പണിയുകയും ചെയ്തു. തങ്ങൾക്ക് കിട്ടിയ ഡീഡ് ഒരു പെർമനന്റ് വഖഫ് ഡീഡല്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഡീഡിൽ ക്രയവിക്രയത്തിനുള്ള സർവ്വസ്വാതന്ത്ര്യം സിദ്ദിഖ് സേട്ടു അവർക്ക് നൽകിയിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഭൂമി മുനമ്പത്തെ നിവാസികൾക്ക് വിൽക്കാൻ 1988 കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനമെടുത്തത്. 1986 CRZ നിയമത്തിന്റെ ഫലമായി നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതും തീരദേശ ഭൂമിയുടെ വില കുത്തനെ ഇടിഞ്ഞതും ഒരു TTC കോളേജ് സ്ഥാപിക്കാൻ പണം ആവശ്യമായിരുന്നതും അവരെ ആ തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ പക്കലുള്ളത് വഖഫ് ഭൂമിയല്ല എന്നും തങ്ങൾക്ക് ലഭിച്ച ആധാരം വഖഫ് ആധാരമല്ല ദാനാധാരമാണെന്നും നിസാർ കമ്മീഷന് മുന്നിലും വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലും ഫാറൂഖ് കോളേജ് വ്യക്തമാക്കിയതും മേൽപ്പറഞ്ഞ വസ്തുതകളുമായി ചേർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നതും. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന ചിന്ത പോലും വഖഫ് ബോർഡിനുണ്ടായത് 2008 മാത്രമാണ്. അതും പോപ്പുലർ ഫ്രണ്ടുകാരുടെ മുഖപത്രമായ തേജസിലൂടെ. 2009 മാത്രമാണ് വഖഫ് ബോർഡ് അത് പ്രഖ്യാപിച്ചതും നിസാർ കമ്മീഷൻ അത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചേർത്തതും. തികച്ചും ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു അത്. 1954 വഖഫ് നിയമം പോലും നിലവിലില്ലാത്ത കാലത്താണ് 1950 സിദ്ദിഖ് സേട്ടു ഫാറൂഖ് കോളേജിന് ആ ഭൂമി നൽകിയത് എന്ന് മറക്കരുത്. അത്തരമൊരു ഡീഡിനെ 1995 വഖഫ് നിയമത്തിന്റെ വെളിച്ചത്തിൽ പെർമനന്റ് വഖഫായി വ്യാഖ്യാനിക്കുന്നതിലെ അയുക്തി എത്ര ഭീകരമാണ്. വാസ്തവത്തിൽ 2009 മുനമ്പം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടതും
2019 വഖഫ് രജിസ്റ്ററിൽ എഴുതി ചേർക്കപ്പെട്ടതും 2022 താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ ഉടമസ്ഥരുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞുവെക്കപ്പെട്ടതും തികച്ചും അന്യായപരമായാണ്. സിദ്ദിഖ് സേട്ടുവിന്റെ ദാനാധാരപ്രകാരം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസോന്നതിക്കു വേണ്ടി ഫാറൂഖ് കോളേജ് വിറ്റ ഭൂമി പണം കൊടുത്തു വാങ്ങുകയും ആവശ്യമായ നികുതി പണം സർക്കാരിന് നൽകി കൃത്യമായ ആധാരം കരസ്ഥമാക്കുകയും വർഷാവർഷം കരമടയ്ക്കുകയും ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരു ജനതതി കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് ശരിയത്ത് നിയമത്തിന്റെ ഇരകളായി മതേതര ഇന്ത്യയിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത് ജനാധിപത്യ ഭാരതത്തിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവമല്ലേ? സാമാന്യ യുക്തി കൊണ്ട് മാത്രം തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് കീഴിൽ മറച്ചുവെച്ച് വലിയൊരു ജനതയെ ദുരിതത്തിലും ഭീതിയിലും ആഴ്ത്തി വിലസാൻ കഴിയുന്ന ഒരു ഭീകര പ്രസ്ഥാനമായി വഖഫ് ബോർഡ് മാറിയത് നിലവിലുള്ള നിയമങ്ങളുടെ പിൻബലത്തിലാണ്. ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നിയമവും നിയമമാവില്ല എന്ന സാമാന്യ നിയമത്തിന്റെ വെളിച്ചത്തിൽ സത്വരവും സമഗ്രവുമായ നിയമ ഭേദഗതി പൗരസമൂഹം ആവശ്യപ്പെടുന്നു. ശരിയത്ത് നിയമത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ചവിട്ടിമെതിക്കാൻ അവസരമൊരുക്കിയത് ഇന്ത്യൻ പാർലമെന്റേറിയൻസ് ഒറ്റക്കെട്ടായി പാസാക്കിയ വഖഫ് നിയമമാണ്. അനേകം മുനമ്പങ്ങളെ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ആ കാടൻ നിയമസംഹിത. അത് ഭേദഗതി ചെയ്യാതെ മുനമ്പമോ ഭാവി മുനമ്പങ്ങളോ രക്ഷപ്പെടില്ലെന്ന് ജോഷി മയ്യാറ്റിലച്ചൻ മുന്നറിയിപ്പ് നൽകുന്നു.